നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര കേസിലെ അതിജീവിതയ്ക്കെതിരെ പരാതിയുമായി രാഹുൽ ഈശ്വർ രംഗത്ത്. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതി എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അതിജീവിതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിലായിരുന്നു വീഡിയോ ചെയ്തതെന്നും രാഹുൽ ഈശ്വർ പരാതിയിൽ പറയും. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വീഡിയോ ചെയ്യരുതെന്ന് ജാമ്യോപാധിയിലില്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാഹുലിനെതിരെ നേരത്തെ അതിജീവിതയും പരാതി നൽകിയതാണ്. രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത പരാതി നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്ക് നൽകിയ പരാതി സൈബർ പോലീസിന് കൈമാറി. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിനാണ് കൈമാറിയത്. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചോ എന്ന് പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതി വീഡിയോയിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു. 16 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACJM കോടതി തള്ളിയതോടെ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകൾ അടക്കം പിൻവലിക്കാമെന്ന വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പിന്നീട് അറസ്റ്റിലായി 16-ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിച്ചത്. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനോട് നേരിട്ട് ഹാജരാകുവാൻ നിർദ്ദേശിച്ച തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറിയിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ ഇന്ന് നേരിട്ട് ഹാജരാകുവാനാണ് നിർദ്ദേശിച്ചിരുന്നത്. കേസിലെ ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ ലംഘിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ കോടതിയെ അറിയിച്ച ശേഷം അറസ്റ്റ് ചെയ്യുവാനാണ് പോലീസിന്റെ തീരുമാനം. സൈബർ ഇടങ്ങളിൽ ഒരു തരത്തിലും അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന കർശനമായ വ്യവസ്ഥയായിരുന്നു രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വീണ്ടും സമാന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് അതിജീവിത രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ പരാതി നൽകുകയായിരുന്നു. ഇന്ന് സൈബർ പോലീസ് ആസ്ഥാനത്തെത്തിയ രാഹുൽ ഈശ്വർ ഇത് സംബന്ധിച്ച് പ്രതികരണം മാധ്യമങ്ങളോട് നടത്തി. 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടുവെന്നും അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തുവെന്നും പറഞ്ഞാണ് തനിക്കെതിരെ കേസ് കൊടുത്തത്. അങ്ങനെയാണ് ആദ്യം ആ അറസ്റ്റ് നടന്നത്. പിന്നീട് അത് നിലനിൽക്കില്ല എന്ന് കണ്ട വളരെ വേഗം അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു പരാതി. അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി നൽകിയിരിക്കുകയാണ്. ഇത് ചെയ്തതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് ചെയ്ത വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ്. ഭർത്താവിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ വീഡിയോ പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. തനിക്കെതിരെ അങ്ങനെ ഒരു പരാതി വരരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ യുവതിയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം കൂടി തീർക്കുകയാണ്. കൗതുകകരമെന്ന് പറയട്ടെ, അതുപോലെ ആ ചെറുപ്പക്കാരനോട് നന്ദിയും തോന്നിയത് ആ ചെറുപ്പക്കാരൻ വൈകിട്ട് പരാതിക്കാരിയെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും കൃത്യമായ വരി പറഞ്ഞാൽ രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. തന്നെ അനുകൂലിച്ചുകൊണ്ടാണ് ആ പരാതിക്കാരിയുടെ ഭർത്താവ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതെന്നാണ് രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം.